ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും സുഖമാണോ? അപ്പം എൻ്റെ 5ാം ക്ലാസ്സിലെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ രക്ഷാകര പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഒന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം പഠിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അപ്പം നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ചതെന്ന് ഓർത്ത് നോക്കിയാലോ? ആരെക്കുറിച്ചാണ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? യാക്കോബിനെയും ഏസാവിനെയും കുറിച്ച് അല്ലേ? അപ്പം ആരാണ് ഈ യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും പിതാവ്? ഇസഹാക്ക്. എന്നൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. യാക്കോബിന് ഒരു മൽപ്പിടുത്തത്തിന് ശേഷം ഒരു നാമം നൽകപ്പെടുന്നുണ്ട്. എന്ത് നാമാണത്? ഇസ്രായേൽ. വെരി ഗുഡ്, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ വേഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നേ, എന്നിട്ട് 4ാമത്തെ ചാപ്റ്ററിൻ്റെ ആ ഹെഡിങ് ഒന്ന് വായിച്ചേ. എന്താണ് ഹെഡിങ്? ഇസ്രായേൽ ജനത ഈജിപ്തിൽ. അല്ല, ആരാണ് ഇസ്രായേൽ ജനം? നിങ്ങൾ പറഞ്ഞൂലേ, യാക്കോബിന് ഇസ്രായേൽ എന്ന നാമം നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ യാക്കോബിൻ്റെ കുടുംബ പരമ്പരകളെ, അതായത് യാക്കോബിൻ്റെ കുടുംബത്തെയാണ് നമ്മൾ ഇസ്രായേൽ ജനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ യാക്കോബിൻ്റെ കുടുംബം ആദ്യം താമസിച്ചിരുന്നത് കാനാൻ ദേശത്താണ്. അപ്പോൾ അവർ കാനാൻ ദേശത്ത് നിന്ന് എങ്ങനെയാണ് ഈജിപ്തിൽ വരുന്നത്, അല്ലെങ്കിൽ ദൈവമായ കർത്താവ് അവരെങ്ങനെയാണ് ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ടീച്ചർ ഇതൊരു കഥയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഥയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ കുറേ പേരൊക്കെ ബുക്സൊക്കെ വായിക്കുന്നവരുണ്ട്, കുറേ പേര് സിനിമകൾ കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാ കഥകളിലും ഒരു മെയിൻ റോൾ ഉണ്ടാവും, ഒരു ഹീറോ ഉണ്ടാവും. അപ്പം നമ്മുടെ കഥയിലും ഒരു ഹീറോ ഉണ്ട്. നമ്മുടെ കഥയിലെ ഹീറോയുടെ പേരെന്താണെന്നറിയാമോ? ജോസഫ് എന്നാണ് നമ്മുടെ കഥയിലെ നായകൻ്റെ പേര്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ആരാണ് ഈ ജോസഫ്? നിങ്ങളിൽ കുറേ പേരുടെയൊക്കെ പേര് ജോസഫ് എന്നാ അല്ലേ? നമുക്ക് ബൈബിളിലും ഒരു ജോസഫിനെ നല്ല പരിചയമുണ്ട്. ഏത് ജോസഫാ അത്? നമ്മുടെ ഈശോയുടെ വളർത്തു പിതാവായ ജോസഫ്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ആ ജോസഫിനെ കുറിച്ചല്ല. നമ്മുടെ നായകൻ പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ പുത്രനായ ജോസഫാണ്. യാക്കോബിന് 12 മക്കളായിരുന്നു. എത്ര മക്കളായിരുന്നു? 12 മക്കൾ. ജോസഫ് യാക്കോബിൻ്റെ 11ാമത്തെ മകനാണ്. യാക്കോബിന് ജോസഫിനെ തൻ്റെ മറ്റ് മക്കളെക്കാളുമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ യാക്കോബ് ജോസഫിനെ ഒരു കൈ നീളമുള്ളൊരു ഭംഗിയുള്ള കുപ്പായാണ് ധരിപ്പിച്ചിരുന്നത്. തൻ്റെ പിതാവിന് ജോസഫിനോടുള്ള സ്നേഹം കണ്ടിട്ട് മറ്റ് സഹോദരങ്ങൾക്കൊക്കെ ജോസഫിനോട് വളരെ ദേഷ്യമായിരുന്നു. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങളോടൊക്കെ ഇച്ചിരി സ്നേഹം കൂടുതൽ കാണിച്ചാൽ നിങ്ങൾ അവിടെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കും ഇല്ലേ? അപ്പം അതുപോലെയാണ് നമ്മുടെ ജോസഫിൻ്റെ കുടുംബം. അപ്പം നിങ്ങൾ ജോസഫിനെ പരിചയപ്പെട്ടു, ജോസഫിൻ്റെ കുടുംബത്തെ കണ്ടു. അപ്പം നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം. അപ്പം നമ്മുടെ കഥയിൽ പ്രധാനമായിട്ട് 8 രംഗങ്ങളാണ്, 8 സീനുകൾ. അപ്പം ഈ ക്ലാസ്സിൽ ടീച്ചർ ആദ്യത്തെ 4 സീനുകളെ കുറിച്ച് പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം നമ്മുടെ സീൻ 1ൻ്റെ ഹെഡിങ് ആണ് ജോസഫിൻ്റെ സ്വപ്നം. അപ്പം നമുക്ക് എന്താണ് ഈ സീനിലുള്ളതെന്ന് നോക്കാം. ഒരു ദിവസം രാത്രി ജോസഫ് ഒരു സ്വപ്നം കാണാണ്. എന്ത് സ്വപ്നമാണെന്നറിയാമോ? ജോസഫും ജോസഫിൻ്റെ സഹോദരങ്ങളൊക്കെ കൂടെ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും മറ്റ് സഹോദരങ്ങളുടെ കറ്റ ജോസഫിൻ്റെ കറ്റയെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഈ സ്വപ്നം കണ്ട ജോസഫ് വേഗം തൻ്റെ സഹോദരങ്ങളോടൊക്കെ ഈ സ്വപ്നം പങ്കുവെച്ചു. പക്ഷെ എല്ലാവരും ജോസഫിനോട് ദേഷ്യപ്പെട്ടു. അവർ ചോദിച്ചു, എന്താ നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? നീ ഞങ്ങളെ ഭരിക്കും എന്നാണോ നീ ഉദ്ദേശിക്കണേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പാവം ജോസഫിന് വിഷമായി. അങ്ങനെ ഇരിക്കെ ജോസഫ് വീണ്ടും ഒരു സ്വപ്നം കാണാണ്. ഈ പ്രാവശ്യം ജോസഫ് കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും കൂടെ ജോസഫിനെ കുമ്പിട്ട് വണങ്ങുന്നതായിട്ടാണ് ജോസഫ് കണ്ട സ്വപ്നം. ഈ സ്വപ്നവും ജോസഫ് തൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് പങ്കുവച്ചു. വീണ്ടും എല്ലാവരും ജോസഫിനോട് ദേഷ്യപ്പെട്ടു. ജോസഫിൻ്റെ പിതാവായ യാക്കോബ് ജോസഫിനോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും നിന്റെ മറ്റ് സഹോദരങ്ങളൊക്കെ നിന്നെ കുമ്പിട്ട് ആരാധിക്കണം എന്നാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. പാവം ജോസഫ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല അല്ലേ? അപ്പം നമ്മുടെ ഈ രംഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത രംഗം എന്താണെന്ന് നോക്കാം. സീൻ 2, ജോസഫിനെ സഹോദരങ്ങൾ വിൽക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ രംഗം പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം
ജോസഫിൻ്റെ പിതാവായ യാക്കോബ് ജോസഫിനോട് തൻ്റെ സഹോദരങ്ങൾ ആട് മേയ്ക്കാൻ പോയ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടാണ്. എന്തിനാണെന്നറിയോ? അവരുടെ ക്ഷേമം അന്വേഷിക്കുകയാണ്, അവർക്ക് സുഖമാണോ എന്നൊക്കെ അറിയാനാണ്. അങ്ങനെ ജോസഫ് തൻ്റെ പിതാവ് പറഞ്ഞത് കേട്ട് തൻ്റെ സഹോദരങ്ങൾ ആട് മേയ്ക്കാൻ പോയ സ്ഥലത്തേക്ക് പോകാണ്. അപ്പോൾ ഈ ജോസഫ് വരുന്നത് ഈ സഹോദരങ്ങൾ ദൂരെ വച്ച് തന്നെ കണ്ടു. ജോസഫിനെ കണ്ടതും എല്ലാവരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കാരണം എന്താ? അത്ര ദേഷ്യം അവർക്ക് ജോസഫിനോട് ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ കൊല്ലാൻ തീരുമാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സഹോദരങ്ങളിൽ ഏറ്റവും മൂത്ത സഹോദരനായ റൂബൻ, ആരാണ്? റൂബൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, അതിനു പകരം അവിടെ ആ കാണുന്ന പൊട്ടക്കിണറുണ്ടല്ലോ, നമുക്കവനെ അതിലിടാം. ജോസഫിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റൂബൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതൊക്കെ മറ്റ് സഹോദരങ്ങൾ അനുസരിച്ചു. അങ്ങനെ അവർ ജോസഫിൻ്റെ ആ ഭംഗിയുള്ള ഒരു കുപ്പായം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങോട്ട് ഊരിയെടുത്തു. എന്നിട്ട് ജോസഫിനെ ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. അതിനുശേഷം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ദൂരെ ഒരു യാത്രാ സംഘത്തെ കാണുന്നത്. ആ യാത്രാ സംഘം എങ്ങോട്ട് പോകുന്നതാണെന്നറിയാമോ? ആ യാത്രാ സംഘം ഈജിപ്തിലേക്ക് പോകുന്നതായിരുന്നു. ഈ യാത്രാ സംഘത്തെ കണ്ടപ്പോൾ ആ സഹോദരങ്ങളിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ജോസഫിനെ അവർക്ക് അങ്ങോട്ട് വിറ്റ് കളയാം. അന്നത്തെ കാലത്തൊക്കെ ആൾക്കാരെ അടിമകളായിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതൊക്കെ പതിവായിരുന്നു. അങ്ങനെ അവർ ജോസഫിനെ അടിമയായിട്ട് ആ യാത്രാ സംഘത്തിന് വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ ജോസഫിൻ്റെ ആ ഭംഗിയുള്ളൊരു കുപ്പായം ഉണ്ടായില്ലേ, അതിലവർ ആടിൻ്റെ രക്തം പുരട്ടി കയ്യിൽ വെച്ചു. എന്തിനായിരിക്കും കയ്യിൽ വെച്ചിട്ടുണ്ടാവുക? ആ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചൻ ചോദിക്കില്ലേ ജോസഫ് എവിടെയെന്ന് ചോദിക്കും. അങ്ങനെ ഈ രക്തം പുരണ്ട ആ വസ്ത്രം കൊണ്ട് അവർ യാക്കോബിൻ്റെ അടുത്ത് ചെല്ലാണ്. എന്നിട്ട് യാക്കോബിനോട് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജോസഫിനെ ഏതോ വന്യമൃഗങ്ങൾ കടിച്ചു കീറി കൊന്നു, അവൻ മരിച്ചുപോയി എന്ന് കള്ളം പറയാണ്. പാവം യാക്കോബ് തൻ്റെ പുത്രന്മാർ പറയുന്ന ആ കള്ളം വിശ്വസിച്ച് ജോസഫ് മരിച്ചു എന്ന് വിചാരിച്ചു. അപ്പം ഈ സീൻ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സീൻ ഈജിപ്തിലാണ്. ജോസഫ് ഈജിപ്തിൽ. അപ്പോൾ ജോസഫ് ഇപ്പോൾ ആരുടെ കൂടെയാണ്? ആ ഈജിപ്തിൽ പോകുന്ന യാത്രാ സംഘത്തിൻ്റെ കൂടെയാണ് അല്ലേ? അങ്ങനെ ജോസഫ് ഈജിപ്തിലെത്തിയതിന് ശേഷം ഈ യാത്രാ സംഘം ജോസഫിനെ വേറൊരാൾക്ക് വിറ്റു. ഈ പ്രാവശ്യം ആരാണ് ജോസഫിനെ വാങ്ങിയതെന്ന് അറിയാമോ? പൊത്തിഫർ എന്ന് പറഞ്ഞ ഒരാളാണ്. പൊത്തിഫർ ആരായിരുന്നു അറിയോ? അവിടുത്തെ രാജാവായ ഫറവോയുടെ കാവൽ സംഘത്തിൻ്റെ നേതാവായിരുന്നു. അങ്ങനെ പൊത്തിഫർ ജോസഫിനെ അടിമയായിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോവാണ്. പക്ഷേ ഈ സമയത്തൊക്കെ ജോസഫിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ സർവശക്തനായ ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ല മനോഹരമായിട്ട് തന്നെ തീർന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പൊത്തിഫറിന് ഒരു കാര്യം മനസ്സിലായി. എന്ത് കാര്യമാണത്? ജോസഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ പൊത്തിഫർ ജോസഫിനെ തൻ്റെ കാര്യസ്ഥനായിട്ട് നിയമിക്കുകയാണ്. വെറും കാര്യസ്ഥനല്ല, വിശ്വസ്തനായ കാര്യസ്ഥനായിട്ട് നിയമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പൊത്തിഫറിൻ്റെ ഭാര്യ ഒരു ദിവസം ജോസഫിനെ കാണാനിടയാകാണ്. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് ഇഷ്ടം തോന്നുകയും ഒരു ദിവസം ജോസഫിനെ താനുമൊത്ത് പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. പക്ഷെ നമ്മുടെ ജോസഫ് അതിനൊന്നും വഴങ്ങിയില്ല. അങ്ങനെ ജോസഫ് വഴങ്ങാതായപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് വളരെ ദേഷ്യമായി. എന്നിട്ട് ജോസഫിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പൊത്തിഫറിൻ്റെ മുൻപിൽ പോയി പറഞ്ഞു. പൊത്തിഫർ തൻ്റെ ഭാര്യ പറയുന്നതൊക്കെ വിശ്വസിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ പാവം ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ജയിലാണ് അല്ലേ? അപ്പം നമ്മുടെ ജോസഫ് ഇപ്പോൾ കാരാഗ്രഹത്തിലായി. അപ്പം നമ്മുടെ ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സീൻ 4, ജോസഫ് കാരാഗ്രഹത്തിൽ. അങ്ങനെ ജോസഫ് കാരാഗ്രഹത്തിലായി. പക്ഷേ കാരാഗ്രഹത്തിലായ ജോസഫിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ സർവശക്തനായ ദൈവം. അതുകൊണ്ട് തന്നെ ജോസഫിന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിച്ചു. അങ്ങനെ ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ജോസഫിനെ അവിടുത്തെ എല്ലാവരുടെയും മേൽനോട്ടക്കാരനായിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ ജോസഫ് അവിടുത്തെ മേൽനോട്ടക്കാരനായി. അങ്ങനെ ഇരിക്കെ നമ്മുടെ കാരാഗ്രഹത്തിലേക്ക് ഫറവോയുടെ ഉദ്യോഗസ്ഥരായ പാനപാത്രവാഹകനും പാചകക്കാരനും എന്തോ തെറ്റ് ചെയ്ത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാണ്. ഒരു ദിവസം ജോസഫ് ഇങ്ങനെ കാരാഗ്രഹത്തിലൂടെ നടക്കുമ്പോൾ ഈ പാനപാത്രവാഹകനെയും പാചകക്കാരനെയും എന്തോ കാരണം കൊണ്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാണ്. അപ്പോൾ ജോസഫ് വേഗം ചെന്നിട്ട് ചോദിച്ചു, എന്താ സഹോദരങ്ങളെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വേറെ വേറെ സ്വപ്നങ്ങൾ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, അതാണ് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്.
അപ്പോൾ ജോസഫ് പറഞ്ഞു, നിങ്ങൾ ആ സ്വപ്നങ്ങളൊക്കെ എന്നോട് പറ, ഞാനത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ആദ്യം നമ്മുടെ പാനപാത്രവാഹകൻ തൻ്റെ സ്വപ്നങ്ങളൊക്കെ ജോസഫിനോട് പറഞ്ഞു. സ്വപ്നങ്ങൾ കേട്ടതിന് ശേഷം ജോസഫ് അതിൻ്റെ അർത്ഥം പാനപാത്രവാഹകനോട് പറയാണ്. ജോസഫ് പറഞ്ഞു, നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം നീ 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഫറവോയുടെ പാനപാത്രവാഹകനായിട്ട് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കും എന്നാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ നമ്മുടെ പാനപാത്രവാഹകന് വളരെ സന്തോഷമായി. അതും തിരിച്ച് ജോലിയിലേക്ക് കയറാൻ പോവാണ് അല്ലേ. അങ്ങനെ അപ്പം നമ്മുടെ പാചകക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാചകക്കാരനും തൻ്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു. പാചകക്കാരൻ്റെ സ്വപ്നം കേട്ട ജോസഫ് പറയാണ് പാചകക്കാരനോട്, നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം നീ 3 ദിവസം കഴിയുമ്പോൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്നും മരിക്കും എന്നാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പാചകക്കാരന് വളരെ ഭയമായി. അല്ലേ, മരിക്കാൻ പോകാണ്. അങ്ങനെ 3 ദിവസങ്ങൾ കഴിഞ്ഞു. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ പാനപാത്രവാഹകനെ ഫറവോ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചെടുക്കുകയും പാചകക്കാരനെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടോ, ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സീനും ഇവിടെ കഴിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. ആക്ടിവിറ്റി എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു അല്ലേ, പാനപാത്രവാഹകനും പാചകക്കാരനും ഒരു സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ എന്ത് സ്വപ്നമാണ് അവർ കണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഫറവോയുടെ പാചകക്കാരനും പാനപാത്രവാഹകനും കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഒരു ക്ലൂ തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 40 വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചിരുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ആദ്യം. അപ്പം നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? യാക്കോവിൻ്റെ പ്രിയപുത്രനായ ജോസഫിനെ കുറിച്ചല്ലേ. നമ്മളിന്ന് 4 സീനുകളാണ് കണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സീനിൽ നമ്മൾ എന്താ കണ്ടേ? ജോസഫ് കണ്ട 2 സ്വപ്നങ്ങളെക്കുറിച്ച് കണ്ടു അല്ലേ. രണ്ടാമത്തെ സീനിൽ സഹോദരങ്ങൾ ജോസഫിനെ യാത്രാ സംഘത്തിന് വിൽക്കുന്നതായിട്ട് കണ്ടു. മൂന്നാമത്തെ സീനിൽ ജോസഫ് ഈജിപ്തിലെത്തുന്നതും പൊത്തിഫർ ജോസഫിനെ വാങ്ങുന്നതും കണ്ടു. പിന്നെ അവസാനത്തെ സീനിൽ കണ്ടത് ജോസഫ് കാരാഗ്രഹത്തിലാവുന്നതും അവിടെ വെച്ച് 2 പേരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതും അത് സത്യമായി തീരുന്നതും കണ്ടു. അപ്പം ഇവിടെ ഞാൻ നിങ്ങളോട് ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജോസഫിനെ സഹോദരങ്ങൾ വെറുത്തിരുന്നു. ജോസഫിനെ അടിമയായിട്ട് വിറ്റു. ജോസഫിനെ ഒരു കാരണമില്ലാണ്ട് കാരാഗ്രഹത്തിൽ അടച്ചു അല്ലേ. അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തെല്ലാം ജോസഫ് ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദൈവത്തെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാണ്ട് ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിക്കാൻ പഠിക്കണം. അതാണ് നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്നും ഒപ്പിയെടുക്കേണ്ട ജോസഫിൻ്റെ ഒരു നല്ല ക്വാളിറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ നല്ല മക്കളായിട്ട് ഈശോയിൽ വിശ്വസിച്ച് വളരെയില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചാലോ? അപ്പോൾ നമുക്ക് പിതാവായ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജോസഫിനെ പോലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങേ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.